എല്ലാവർക്കും ഹോംലി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. വളരെ എളുപ്പത്തിൽ 3 ചേരുവകൾ കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ 1/2 ലിറ്റർ പാലും 1 കപ്പ് പഞ്ചസാരയും കൂടെ 1 നുള്ളു ബേക്കിംഗ് സോഡയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1/2 ലിറ്റർ പാല് മിൽമയുടെ ഫാറ്റുള്ള മഞ്ഞ കവർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊഴിച്ച് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് ചൂടായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പാലൊന്ന് തിളച്ച് വരുമ്പോൾ 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് നല്ലതുപോലെ ഇളകിക്കൊണ്ടിരിക്കുക. നോൺ സ്റ്റിക്ക് തവയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പോൾ കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയും ചേർത്ത് ഇളക്കി കൊടുക്കുക. ക്രീം കളർ ആകാൻ വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. പക്ഷേ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി 2-3 മിനിറ്റ് കൂടി ഇതുപോലെ ഇളകിക്കൊണ്ടിരിക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ഒരുപാട് ലൂസാകാനും കട്ടിയാകാനും പാടില്ല. ആവശ്യത്തിന് ലൂസായി ഇരുന്നാൽ തണുത്ത് വരുമ്പോൾ ശരിയായ പരുവത്തിൽ കിട്ടും. കണ്ടൻസ്ഡ് മിൽക്ക് നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു ജാറിലോട്ട് മാറ്റി സൂക്ഷിക്കാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് അരമണിക്കൂർ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു പക്ഷേ കട്ടി കൂടുകയാണെങ്കിൽ കുറച്ച് ചൂടുപാല് ചേർത്ത് അതിനെ ലൂസാക്കി എടുത്താൽ മതി. 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന കപ്പലണ്ടി ലഡുവിൻ്റെ വീഡിയോ ഐ ബട്ടണിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും കാണാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.